ഹരിശ്രീ ഗണപതയെ നമ. അവിഘ്നമസ്തു. ഓം സീതാലക്ഷ്മണ ഭരത ശത്രുഘ്ന ഹനുമത്സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമ. എല്ലാ സജ്ജനങ്ങൾക്കും എൻ്റെ വിനീത നമസ്കാരം. ശുഭദിനം ആശംസിക്കുന്നു. ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ അനുഗ്രഹം എല്ലായ്പ്പോഴും എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് നമുക്ക് രക്ഷസുകളുടെ ഉദ്ഭവം എന്ന ഭാഗമാണ് നോക്കുന്നത്. കഴിഞ്ഞ ദിവസം ഒന്നാമത്തെ ഭാഗത്തിൽ ആ ശ്രീരാമചന്ദ്രസ്വാമി അഗസ്ത്യ മഹർഷിയോട് ചോദിക്കുകയായിരുന്നു. ശ്രീരാമൻ ഇങ്ങനെയാണ് ആവശ്യപ്പെട്ടത്: ആ രാക്ഷസന്മാരുടെ ഉൽപ്പത്തിയെക്കുറിച്ചും അവരുടെ ലങ്കാവാസത്തെക്കുറിച്ചും മഹാവിഷ്ണു ആ പരമാനന്ദമൂർത്തി അവരെ വധിക്കാനുണ്ടായ കാരണവും ഒന്ന് വിസ്തരിച്ചു പറയാമോ എന്ന് അഗസ്ത്യ മഹർഷിയോട് ആവശ്യപ്പെടുകയായിരുന്നു. അതനുസരിച്ച് അഗസ്ത്യ മഹർഷിക്കും അത്യധികം സന്തോഷം തോന്നി. കാരണം ഭഗവാൻ സാക്ഷാൽ ശ്രീരാമദേവൻ, അതായത് ആ പരമാനന്ദമൂർത്തി പരബ്രഹ്മസ്വരൂപൻ ഇങ്ങനെ കഥ പറയാനായിട്ട് പറയുക. ഇതിപ്പര ഒരു ആനന്ദം വേറെ എന്താ വേണ്ടത്? പരമാനന്ദം തന്നെയല്ലേ. അഗസ്ത്യ മഹർഷി കഥ പറയുകയാണ്. ബ്രഹ്മാവ് വിശ്വകർമാവിനാൽ ഒരു നഗരം സൃഷ്ടിക്കാൻ പറയുന്നു. ആ നഗരം സൃഷ്ടിച്ചു. അവിടെ താമസിക്കാനും ആരെങ്കിലും വേണ്ടേ? അപ്പോൾ അവരെയും സൃഷ്ടിച്ചു. അവരെ സൃഷ്ടിച്ചതിന് ശേഷം ആ സൃഷ്ടികൾക്ക്, അതായത് ആ ജന്മങ്ങൾക്ക് കഴിക്കാൻ ആഹാരവും കുടിക്കാൻ വെള്ളവും ഒക്കെ വേണമല്ലോ. അവർക്ക് ഒന്നുമില്ലായിരുന്നു ആ സൃഷ്ടിച്ചു കഴിഞ്ഞാൽ. അവർ ബ്രഹ്മാവിനോട് ചോദിച്ചു, ഭഗവാനോട് ചോദിക്കുകയാണ്, ഞങ്ങൾക്ക് വിശപ്പും ദാഹവും സഹിക്കാൻ പറ്റുന്നില്ല, ആ പൈതാഹാദികൾ മാറ്റാൻ ഒരു ഉപായം ചൊല്ലൂ എന്ന്, എന്ത് സാധനം ചൊല്ലൂ എന്ന്. അതായത് ഞങ്ങൾക്ക് വിശപ്പും ദാഹവും സഹിക്കാൻ പറ്റുന്നില്ല, കഴിക്കാനും അതുപോലെ കുടിക്കാനും ഒക്കെ എന്തെങ്കിലും ചെയ്തു തരണമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ രക്ഷ്യതാം എന്ന് പറഞ്ഞു ബ്രഹ്മാവ്. ഈ മന്ദന്മാരായ ചിലർ രക്ഷ്യാമോ എന്ന്, കുറച്ച് പേര് യക്ഷ്യാമോ. ബ്രഹ്മാവ് ഇത് കേട്ടിട്ട് എന്നോട് ഇപ്രകാരം പറഞ്ഞതിനാൽ രക്ഷ്യാമോ എന്ന് ചോദിച്ചവർ രാക്ഷസജാതികളും, യക്ഷ്യാമോ എന്ന് ചോദിച്ചത് അവർ യക്ഷന്മാരുമായിട്ട് രണ്ട് ജാതികളായിട്ട് അവിടെ തിരിച്ചു. ആ യക്ഷന്മാരെന്നും രാക്ഷസന്മാർ, അത് രാക്ഷസജാതികളും അന്യന്മാർ, അതായത് മറ്റുള്ളവർ യക്ഷന്മാരെന്നും അറിയപ്പെടുമെന്ന് പറഞ്ഞു. അങ്ങനെ രാക്ഷസന്മാരിൽ വെച്ച് ഉത്തമന്മാരായ രണ്ടുപേരായിരുന്നു ഹേതിയും പ്രഹേദിയും. ഈ ജ്യേഷ്ഠനായ ഹേതി കാലസഹോദരി, അതായത് കാലൻ്റെ സഹോദരിയെ വേളി കഴിച്ചിട്ട് സ്വഗ്രഹസ്ഥധർമ്മം പാലിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഗൃഹസ്ഥധർമ്മം പരിപാലിച്ചു. അനുജനായ പ്രഹേദിയാവട്ടെ ബ്രഹ്മചാരിയായിട്ട്, രണ്ടുപേരും നല്ല സ്വഭാവമുള്ള ഉത്തമന്മാരായിരുന്നു. അങ്ങനെ രണ്ടാമൻ ബ്രഹ്മചാരിയായിട്ട് ജീവിക്കുകയും ചെയ്തു. നിർമ്മലനായ ഹേതിക്ക്, അതായത് ആ ശുദ്ധഗതികാരനായ ഹേതിക്ക് വിദ്യുത്കേശൻ എന്നു പേരായ സദ്ഗുണസമ്പന്നനായ ഒരു മകൻ പിറക്കുകയാണ്. കാലഭഗിനിയാണ് കല്യാണം കഴിച്ചത് എന്ന് പറഞ്ഞു, യമദേവൻ്റെ സഹോദരിയെ. ആ കുമാരൻ ഇങ്ങനെ വളർന്നു വലുതായി യുവാവായപ്പോൾ സന്ധ്യാനന്ദനയായ സാലങ്കടകടയെ പരിഗ്രഹണം ചെയ്തു എന്നാണ് എഴുതിയിരിക്കുന്നത്. അങ്ങനെ സാലങ്കടകട എന്ന സന്ധ്യാനന്ദന എന്ന് പറഞ്ഞാൽ സന്ധ്യാപുത്രിയെ വിവാഹം ചെയ്തിട്ട് അവരങ്ങനെ ഉല്ലസിച്ച് നാനാപ്രദേശങ്ങളിൽ, നമ്മളിപ്പം ഹണിമൂൺ എന്നൊക്കെ പറഞ്ഞു പോകില്ലേ, അവരങ്ങനെ പർവ്വതം, നദി, നഗരം, ഗ്രാമം, അങ്ങനെ കാനനം എല്ലാം ഇങ്ങനെ ചുറ്റിക്കറങ്ങി സഞ്ചരിക്കുകയായിരുന്നു. അങ്ങനെ മന്ദര പർവ്വതത്തിൻ്റെ സമീപത്തെത്തിയപ്പോഴേക്കും കാലങ്ങൾ കുറേ കഴിഞ്ഞു. അതായത് ഈ സന്ധ്യാനന്ദന എന്ന് പറയുന്ന സന്ധ്യാപുത്രിയായ ഈ വിദ്യുത്കേശൻ്റെ ഭാര്യ പ്രസവിക്കുകയാണ്. ആ പ്രസവിച്ച ഉടനെ തന്നെ ഈ ആൺകുഞ്ഞിനെ ഒരു മടിയും കൂടാതെ ആ കുഞ്ഞിനെ അവിടെ തന്നെ ഉപേക്ഷിച്ചിട്ട് അവർ കാമലീലകളാടി നടന്നുപോയി എന്നാണ് എഴുതിയിരിക്കുന്നത്. ജനിച്ച് വീണയുടൻ തന്നെ നമുക്ക് ആലോചിക്കാമല്ലേ, അങ്ങനെ പെട്ടെന്ന്, അതായത് നന്ദനൻ മന്ദരഗിരിതടം പ്രാപിച്ച നേരമൊരു നന്ദനൻ തന്നെ സന്ധ്യാപുത്രിയും പ്രസവിച്ചാൾ. നന്ദനൻ തന്നെ പരിത്യജിച്ചു യഥാരുചി കന്ദർപ്പലീല പൂണ്ടു പിന്നെയും നടകൊണ്ടാർ. ഭൂതലേ കിടന്നതിദാരുണനാദത്തോടും രോദനം ചെയ്താനല്ലോ ബാലനും അതുനേരം. ആ ജനിച്ച ഉടനെ ആ കുഞ്ഞിനെ അവിടെ ഉപേക്ഷിച്ചിട്ട് നടന്നുപോയി അവർ. ഈ കുഞ്ഞ് ആ ഭൂമിയിൽ കിടന്ന് ഇങ്ങനെ കരഞ്ഞുകൊണ്ടേയിരുന്നു. എത്ര നിസ്സഹായ അവസ്ഥയിലാണ് ആ കുഞ്ഞ്.
ആ മറ്റ് ജീവജന്തുക്കളെ ആണെങ്കിൽ അങ്ങനെ അവരുടെ അമ്മയോ അച്ഛനോ അങ്ങനെ ഉപേക്ഷിക്കുമോ? നമുക്കറിയാം, നമ്മൾ വളർത്തുന്ന മൃഗങ്ങളാണെങ്കിലും പക്ഷികളാണെങ്കിലും സ്വന്തം കുഞ്ഞിനെ എത്ര അരുമയോടെയാണ് കാത്തു സൂക്ഷിക്കുന്നതും പരിരക്ഷിക്കുന്നതും. പക്ഷേ ഇവിടെ ഈ അച്ഛനും അമ്മയും ഉപേക്ഷിച്ചിട്ട് പോയി. ഞാൻ ഈ ടി വിയിലൊക്കെ നമ്മൾ ഈ അടുത്ത കാലത്തൊക്കെ ന്യൂസ് കണ്ടു, സ്വന്തം കുഞ്ഞുങ്ങളെ കൊന്നതും വലിച്ചെറിഞ്ഞതും ഒക്കെ നമ്മൾ കാണുമ്പോൾ ഇങ്ങനെ സ്ത്രീകൾ ചെയ്യുമോ എന്ന് നമുക്ക് തോന്നാറില്ലേ? പക്ഷേ അപ്പം ഞാൻ വിചാരിക്കാറുണ്ട്, പണ്ട് കാലത്തൊന്നും ഇങ്ങനെയൊന്നും ആരും ചെയ്യില്ല ഇത്രയും നിഷ്ഠൂരമായിട്ടെന്ന്. പക്ഷേ ഇത് കേട്ടപ്പോൾ എനിക്ക് തോന്നുന്നുണ്ട് പണ്ടും ഇങ്ങനെയുള്ളവരൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ വരരുചിയുടെ കഥയിൽ നമുക്കറിയാം, വായില്ല പറയിപെറ്റ പന്തിരുകുലത്തിലെ കഥ അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അതിൽ ഓരോ കുഞ്ഞിനെയും വഴിയിൽ ഉപേക്ഷിച്ചിട്ട് പോകുന്നതും നമ്മൾ കേട്ടിട്ടുണ്ട് കഥയിൽ. അപ്പോൾ ഇവിടെ ഈ സന്ധ്യാനന്ദന അതായത് സന്ധ്യയുടെ പുത്രിയായ ഈ കന്യകയല്ല ഈ വിദ്യുത്കേശൻ്റെ ഭാര്യയും ഈ കുഞ്ഞിനെ ഉപേക്ഷിച്ചിട്ട് നടന്നുപോയി. ഈ കുഞ്ഞ് കിടന്ന് കരയുന്നത് ആകാശമാർഗത്തുകൂടെ വരികയായിരുന്ന ശ്രീ മഹേശ്വരനും ശ്രീ പാർവതീദേവിയും കണ്ടിട്ട് പെട്ടെന്ന് താഴോട്ട് ഇറങ്ങി വരികയാണ്. പാർവതീദേവി ആ സ്ത്രീ സഹജമായ കരുണയോടെ മാതൃവാത്സല്യത്തോടെ കുഞ്ഞിനെ എടുത്ത് മുലയൂട്ടുകയാണ്. ആ കുഞ്ഞിൻ്റെ കരച്ചിൽ പെട്ടെന്ന് നിന്നു. വിശന്നിട്ടായിരിക്കും കരഞ്ഞതല്ലേ, കുട്ടികൾക്ക് കരച്ചിൽ ബലം. ആ പെറ്റമ്മ ഉപേക്ഷിച്ച കുഞ്ഞിനെ ഇവിടെ പാർവതീദേവി പോറ്റമ്മയായിട്ട് സംരക്ഷിക്കുകയാണ്. ദേവി എന്തായാലും കുഞ്ഞിനെ ഉപേക്ഷിക്കാൻ തയ്യാറായില്ല. മഹാദേവനോട് പറഞ്ഞു തൻ്റെ ഇംഗിതം നിറവേറ്റി തരണം, ഈ കുഞ്ഞിനെ നമുക്ക് പരിരക്ഷിക്കാമെന്ന് പറഞ്ഞ് ആ കുഞ്ഞിനെ അവിടെ പരിരക്ഷിക്കുകയാണ് അവർ. മഹാദേവനും പറഞ്ഞു എൻ്റെ പരിചാരകനായി ഇരുന്നു കൊള്ളൂ ഇനിയുള്ള നാളുകൾ എന്ന് വരം നൽകുകയാണ്. അവിടെ തന്നെ നല്ലൊരു ആലയം ഉണ്ടാക്കി, ആലയം എന്ന് പറഞ്ഞാൽ ഭവനമുണ്ടാക്കി. ആ പൊടിക്കുഞ്ഞിനെ ഉപേക്ഷിച്ചിട്ട് പോകാൻ പറ്റത്തില്ലല്ലോ, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ആ തൻ്റെ ബലം ശക്തി കൊണ്ട് ആ കുഞ്ഞിനെ യുവാവസ്ഥയിലേക്ക്, അതായത് യുവാവാക്കി മാറ്റിയിട്ട് നല്ലത് വരുമെന്ന് അനുഗ്രഹിച്ച് ആ പാർവതീദേവിയും പരമേശ്വരനും അവിടുന്ന് പോവുകയാണ്. അങ്ങനെ അവിടെ തന്നെ താമസിച്ച ആ വിദ്യുത്കേശൻ, ഇവിടെ വിദ്യുത്കേശൻ്റെ മകനായ ആ യുവാവിനെ പാർവതീദേവി നാമകരണം നടത്തിയിട്ടാണ് പോകുന്നത്. സുകേശൻ എന്നാണ് പേര് പറഞ്ഞിരുന്നത്. ആ സുകേശൻ അങ്ങനെ സുഖമായി താമസിച്ച് വരുന്നതായ സമയത്ത് ഒരു ഗന്ധർവശ്രേഷ്ഠനായ ഗ്രാമണിയുടെ മകൾ വേദവതിയെ ആ മഹാദേവഭൃത്യനായ നമ്മുടെ സുകേശന് വിവാഹം ചെയ്തു കൊടുക്കുകയാണ്. വേദവതിയെ വിവാഹം ചെയ്ത് അവർക്ക് 3 പുത്രന്മാരുണ്ടാകുന്നു. അവരാണ് മാലി, സുമാലി, മാല്യവാൻ. ഇപ്പോൾ പേരൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, രാമായണത്തിൽ നമ്മൾ എല്ലാം പറഞ്ഞതാണ്. ഇവർ 3 പേരും ഒരുമിച്ച് ജനിച്ചു കഴിഞ്ഞ് ബാല്യാവസ്ഥയിലെ ഭയങ്കര പരാക്രമശാലികളായിരുന്നു ഈ മാലി, സുമാലി, മാല്യവാൻ. ഇവർ പക്ഷേ യൗവനാരംഭത്തിൽ തന്നെ ബാല്യം കടന്ന് തീരുന്നതിന് മുമ്പേ തപസ് ചെയ്യാൻ തുടങ്ങി. ആ മേരുപർവ്വതത്തിൻ്റെ പ്രാന്തത്തിൽ പോയിട്ട് നിരാഹാരന്മാരായി. വെറും തപസ്സല്ല, കൊടും തപസ്സായിരുന്നു. നിരാഹാരന്മാരായിട്ട് വായു മാത്രം ഭക്ഷിച്ച് ചിരകാലം ബ്രഹ്മാവിനെ തപസ് ചെയ്തു. ആ ബ്രഹ്മാവ് ഇവരുടെ തപസ്സിൽ പ്രസാദിച്ചിട്ട് അവർ ചോദിച്ച 3 പേരും ചോദിച്ച വരങ്ങളെല്ലാം കൊടുത്തു. എന്നിട്ട് അപ്രത്യക്ഷനാകുകയും ചെയ്തു. അവർ 3 പേരും ലോകവാസികളെല്ലാം പീഡിപ്പിച്ച് അങ്ങനെ ആകുലമകന്നു വാണിയിടിനാരതുകാലം. നമുക്കാണെങ്കിൽ ആകുലം എന്ന് പറഞ്ഞാൽ ദുഃഖമാണ്. ദുഃഖം അകലുന്ന എപ്പോഴാണ്? നല്ല സന്തോഷം ഉണ്ടാകുമ്പോൾ. ഈ സുമാലി, മാലി, മാല്യവാൻ ഇവർ 3 പേർക്കും ഇവർക്ക് സന്തോഷമുണ്ടായത് മാലോകരെയെല്ലാം പീഡിപ്പിച്ചപ്പോഴാണ് സന്തോഷമുണ്ടായത്, എല്ലാവരെയും ഉപദ്രവിച്ചപ്പോൾ. പിന്നീട് ആ 3 പേരും, അതായത് ഇവിടെ ലോകവാസികളെ പീഡിപ്പിക്കുന്നതിലാണ് അവർ സുഖം കണ്ടെത്തിയത്. അവർ ദേവശില്പിയായ വിശ്വകർമാവിനെ വിളിച്ചു പറയുകയാണ്, വിശ്വവിസ്മയകരമായ പുരം ഭവാൻ നിർമ്മിച്ചു നൽകിയിടുക ഞങ്ങൾക്കെന്നത് കേട്ട് നിർമ്മലനായ വിശ്വകർമാവും അങ്ങനെ ചെയ്താൻ പണ്ടു ഞാൻ, അതായത് വിശ്വകർമാവിനെ വിളിച്ച് ഞങ്ങൾക്ക് താമസിക്കാൻ അതിമനോഹരമായ ഒരു നഗരം പണിതു തരണം എന്ന് പറഞ്ഞു. അങ്ങനെ തന്നെ ചെയ്തു കൊടുക്കാം എന്ന് പറയുന്നതിന് പകരം വിശ്വകർമാവ് പറഞ്ഞത്, പണ്ട് ഞാൻ അമരേന്ദ്രൻ, അതായത് ഇന്ദ്രൻ്റെ നിർദ്ദേശപ്രകാരം ഇന്ദ്രൻ പറഞ്ഞതനുസരിച്ച് ത്രികൂടാചലോപരി, അതായത് ത്രികൂടാചലത്തിൻ്റെ മുകളിൽ 30 കാതം വിസ്തൃതിയിൽ അതിമനോഹരമായ ഒരു നഗരം ആ ദക്ഷിണ വാരിധിയുടെ മധ്യത്തിലായി നിർമ്മിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ആ നഗരത്തിന് ലങ്ക എന്നു പേരായി നിങ്ങൾക്ക് ലങ്ക എന്നു പേരായ ആ നഗരത്തിൽ ശത്രുഭയമൊന്നും കൂടാതെ താമസിക്കാമല്ലോ.
അവർ 3 പേരും അവിടെ പോയി സസുഖം താമസം തുടങ്ങി. നർമ്മദ എന്ന ഗന്ധർവ സ്ത്രീയുടെ മക്കളെയും അവർക്ക് സമ്മാനിച്ച് അങ്ങനെ സുഖമായി താമസിച്ചു വരുന്നതായ വേളയിൽ സുന്ദരി എന്നു പേരോടുകൂടിയ മാല്യവാൻ്റെ ഭാര്യ പ്രസവിച്ചു. അവർക്ക് മത്തൻ, ഉന്മത്തൻ, വജ്രദംഷ്ട്രൻ, സുപ്തഘ്നൻ, വിരൂപാക്ഷൻ, ദുർമുഖൻ, യജ്ഞാന്തകൻ ഇങ്ങനെ 7 പുത്രന്മാരും അനല എന്നൊരു പുത്രിയും ഉണ്ടായി. സുമാലിക്കും ഭാര്യയായ കേതുമതിക്കും 10 പുത്രന്മാരും 4 പുത്രിമാരുമാണ് ഉണ്ടായത്. അവർ യഥാക്രമം പ്രഹസ്തൻ, വികടൻ, ധൂമ്രാക്ഷൻ, അകമ്പനൻ, സുപാർശ്വൻ, ദണ്ഡൻ, സംഹ്രാദി, പ്രജംഘൻ, കാലധനുസ്, ഭാസശ്രവണൻ, ബക, പുഷ്പോത്കട, കൈകസി, കുംഭീനസി എന്നിങ്ങനെ പേരുകളോടുകൂടിയവരായിരുന്നു. അതിൽ കൈകസിയാണ് നമ്മുടെ രാവണൻ്റെയും കുംഭകർണൻ്റെയും ഒക്കെ അമ്മ. അടുത്തതായി മാലിക്കും ഭാര്യയായ വസുധയ്ക്കും അനലൻ, അനിലൻ, വരൻ, സമ്പാദി എന്നീ പുത്രന്മാർ. ഇവരെ ഈ പുത്രന്മാർ ഇത്രയും പേര് കൂടുമ്പോൾ ഒന്ന് എത്ര വലിയ ഫാമിലിയായി നോക്കിയാൽ 3 മാലി, സുമാലി, മാല്യവാൻ. ഇവരുടെ ആ മാലിക്ക് 7 പുത്രന്മാരും 1 പുത്രിയും, സുമാലിക്ക് 10 പുത്രന്മാരും 4 പുത്രിമാരും. അതുപോലെ തന്നെ അടുത്ത ആൾക്ക് 4 പുത്രന്മാർ മാത്രം. മൊത്തം ഇവിടെ 21 പേരായി. 21 ആൺമക്കളും 5 പെൺമക്കളുമായി. ഇവർ മക്കളോടും പടയോടും കൂടി 3 ലോകങ്ങളെയും ഇങ്ങനെ പീഡിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇവരുടെ ഉപദ്രവം സഹിക്കാൻ പറ്റാതെ ദേവന്മാർ, താപസന്മാർ, ഗന്ധർവന്മാർ, ഉരകങ്ങളെല്ലാവരും ഓരോ ഗുഹകളിൽ പോയി ഒളിച്ചു താമസിക്കുകയാണ്. ഗത്യന്തരമില്ലാതെ ഒരു നാൾ എല്ലാവരും കൂടി കൈലാസത്തിൽ ചെന്ന് ആ ശ്രീപരമേശ്വരനെ കണ്ട് സ്തുതിച്ചിട്ട് തങ്ങളുടെ ഈ ശോചനീയ അവസ്ഥ അറിയിക്കുകയാണ്. എല്ലാം കേട്ടുകഴിഞ്ഞ് ശ്രീമഹേശ്വരൻ ആലോചിച്ചു, ഇവർ എൻ്റെ വിശ്വസ്ത ഭൃത്യനായ സുകേശൻ്റെ മക്കളാണല്ലോ, അവരെ ഞാൻ എങ്ങനെ വധിക്കും? അവരെ സംരക്ഷിക്കേണ്ടത് എൻ്റെ കടമയല്ലേ? അതിനാൽ ഇങ്ങനെ മനസ്സിലിങ്ങനെ വിചാരിച്ചിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്, ഞാൻ അവരെ കൊല്ലുന്നില്ല, മറിച്ച് ഞാനൊരു ഉപായം പറഞ്ഞു തരാം എന്ന് പറയുകയാണ്. ചെല്ലുക നിങ്ങളിനി ക്ഷീരസാഗര തീരെ, ചൊല്ലുക മുകുന്ദനോടുള്ള സങ്കടമെല്ലാം, കല്യാണമൂർത്തി തന്നെ ദുഷ്ടരാക്ഷസരെയും കൊല്ലുമെന്നറിഞ്ഞാലും നിങ്ങളെ രക്ഷിപ്പാനായി. ഇങ്ങനെ ശ്രീപരമേശ്വരൻ പറഞ്ഞു, ഞാനിവരെ കൊല്ലുന്നില്ല, മറിച്ച് നിങ്ങൾ ക്ഷീരസാഗര തീര, അതായത് പാലാഴിയുടെ പാൽക്കടലിൻ്റെ സമീപത്ത് ചെന്ന് ഭഗവാനെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ ഭഗവാൻ ഈശ്വരൻ നിങ്ങളെ രക്ഷിക്കാനായി എന്തെങ്കിലും ചെയ്യും എന്ന് പറഞ്ഞു. ഇത് കേട്ട നേരം മഹേശ്വരനെ വന്നിച്ചതിന് ശേഷം നേരെ ആ പാൽക്കടലിൻ്റെ തീരത്തേക്കാണ് എല്ലാവരും കൂടി പോയത്. അവിടെ ചെന്നിട്ട് നന്നായി സ്തുതിക്കാൻ തുടങ്ങി. നമസ്തേ നാരായണ, നമസ്തേ വാസുദേവ, നമസ്തേ ലോകേശ്വര, നമസ്തേ ജഗൽപദേ, നമസ്തേ നരകാരേ, രമിച്ചീടണം ചിത്തം ഭവതി രമാപതേ. ഇങ്ങനെ ദേവന്മാരുടെ സ്തുതി കേട്ട് ഭഗവാൻ യോഗനിദ്രയിലായിരുന്നു. ആ യോഗനിദ്രയിൽ നിന്നും ഭഗവാന്റെ ആ യോഗനിദ്രയിൽ നിന്നും ഉണർന്നിട്ട് ചോദിക്കുകയാണ്, എല്ലാവരും കൂടി ആഗമിക്കാൻ എന്താണ് കാരണം? സന്തുഷ്ടരായിട്ട് എന്നെ സേവിപ്പാൻ വന്നതാണോ, അതോ എന്നോട് എന്തെങ്കിലും സങ്കടം ഉണർത്തിക്കാനുണ്ടോ? എന്താണെങ്കിലും മടിക്കേണ്ട, പറഞ്ഞോളൂ, നിവൃത്തി വരുത്തുന്നുണ്ട്. ഇങ്ങനെ ഭഗവാൻ മഹാവിഷ്ണു പറഞ്ഞതിനെ കേട്ടിട്ട് അവർ പറഞ്ഞു, മഹേശ്വരൻ്റെ ഇഷ്ടഭൃത്യനായ സുകേശന് 3 ആൺമക്കളുണ്ട്, അതായത് 3 പുത്രന്മാരുണ്ട്. അവർ 3 പേരും ഒരുമിച്ച് ബ്രഹ്മാവിനെ തപസ് ചെയ്ത് പ്രസാദിപ്പിച്ചിട്ട് വരങ്ങളും വാങ്ങി ജഗത്രയങ്ങളിലും, അതായത് 3 ലോകങ്ങളിലും സന്താപം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ആ സുകേശനോടുള്ള വാത്സല്യ നിമിത്തം മഹാദേവൻ സുകേശൻ്റെ മക്കളായ മാലിയെയും സുമാലിയെയും മാല്യവാനെയും ഒന്നും ചെയ്തില്ല. ജഗന്നാഥനായ അങ്ങേ വന്ന് കണ്ട് സങ്കടം പറഞ്ഞാൽ പരിഹാരം ഉണ്ടാക്കി തരുമെന്നും പറഞ്ഞു. ഭഗവാനെ, ഞങ്ങൾക്ക് നിന്തിരുവടിയല്ലാതെ മറ്റൊരു ശരണമില്ലെന്നറിഞ്ഞാലും. അതിനുത്തരമായിട്ട് ഭഗവാൻ പറഞ്ഞു ദേവന്മാരോട്, ആ രാക്ഷസ പരീക്ഷകളെല്ലാം വധിച്ച് നിങ്ങളെ ഞാൻ രക്ഷിക്കുന്നുണ്ട്. ആ രാക്ഷസന്മാർ ഉപദ്രവിക്കുകയാണെങ്കിൽ ഒരു ദൂതനെ അയച്ചാൽ മതി, തൽക്ഷണം ഞാൻ അവിടെ എത്തിച്ചേരുന്നതാണ്. നിങ്ങളെല്ലാം വ്യസനിക്കാതെ പോയാലും ദേവന്മാർ അവരവരുടെ വാസസ്ഥലങ്ങളിലേക്ക് മടങ്ങിപ്പോകുന്നു. ഇതിനിടയിൽ മാല്യവാൻ ഈ വിവരം അറിഞ്ഞിട്ട് തൻ്റെ അനുജന്മാരോട് പറയുകയാണ്, കുമാരന്മാരെ, നിങ്ങൾ പ്രായത്തിൻ്റെ അഹങ്കാരമെല്ലാം ഉപേക്ഷിച്ച് ഞാൻ പറയുന്നത് ശ്രദ്ധയോടെ കേട്ടാലും ദേവന്മാർ നമ്മുടെ ഉപദ്രവങ്ങളെക്കുറിച്ച് ആ പന്നകഭൂഷണനായ മഹേശ്വരനോട് പരാതി പറഞ്ഞു.
ആ മഹേശ്വരൻ നമ്മളോടുള്ള വാത്സല്യ നിമിത്തം നമ്മളെ ഒന്നും ചെയ്യാതെ പാലാഴിയിൽ വസിക്കുന്ന ആ പരമാനന്ദമൂർത്തിയായ ഭഗവാനെ കണ്ട് നിങ്ങളുടെ സങ്കടം പറഞ്ഞാൽ കല്യാണമൂർത്തിയായ കരുണാകരൻ, എല്ലാ പ്രകാരത്തിലും ജഗത്രയം പരിപാലിക്കുന്ന ആ ഭഗവാൻ നിവൃത്തിയുണ്ടാക്കും എന്നരുൾ ചെയ്തതിന് പ്രകാരം മഹേശ്വരൻ്റെ വാക്കുകൾ കേട്ട് ദേവന്മാർ അപ്പോൾ തന്നെ ഭഗവാൻ മഹാവിഷ്ണുവിനോട് തങ്ങളുടെ സങ്കടം ഉണർത്തിച്ചു. ഭഗവാൻ അവരുടെ സങ്കടങ്ങൾക്ക് അറുതി വരുത്താമെന്ന് വാക്ക് കൊടുക്കുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ ദേവന്മാർ അത് കേട്ട് സന്തോഷിച്ചിരിക്കുകയാണ്. അനന്തര കർമ്മങ്ങൾ എന്തെല്ലാം ആണെന്ന് നമുക്ക് ആലോചിക്കേണ്ടതുണ്ട്. ആ നാരായണൻ ആ ദേവന്മാർക്ക് വേണ്ടി പല രാക്ഷസന്മാരെയും പണ്ടും കൊല ചെയ്തിട്ടുണ്ട്. നമ്മയും ആ നാരായണൻ കൊല്ലും, അതിനൊരു സംശയവും വേണ്ട. നാം എല്ലാവരും എന്ത് നിലപാടെടുക്കണമെന്ന് ചിന്തിക്കുക. ഇങ്ങനെ മാല്യവാൻ്റെ വാക്കുകൾക്ക് ഉത്തരമായിട്ട് അനുജന്മാർ പറയുകയാണ്, നമുക്ക് ആ ദേവന്മാരുടെ അഹങ്കാരം അടക്കണം, വൈകാതെ തന്നെ പടകൂട്ടി യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിക്കണം. അതായത് പല സ്ഥലത്തുള്ള എല്ലാ ദിക്കിൽ നിന്നും രാക്ഷസന്മാരെ വിളിച്ചു വരുത്തണം, പാതാളത്തിൽ നിന്നും. അതുപോലെ ഓരോ സ്ഥലങ്ങളിലും താമസിക്കുന്ന രാക്ഷസന്മാരെ വരുത്താനായിട്ട് ദൂതന്മാരെ അയക്കണം. അങ്ങനെ രാക്ഷസന്മാരെയൊക്കെ ദൂതന്മാരെ വിട്ട് വരുത്തുന്നു, പടയൊരുക്കം നടത്തുന്നു. അപ്രകാരം തന്നെ ദേവന്മാരും തങ്ങളുടെ പക്ഷത്ത് ഒരുമിച്ച് ചേർന്ന് യുദ്ധസന്നാഹങ്ങളൊക്കെ നടത്തുന്നുണ്ട്. ഇങ്ങനെ അസുരന്മാർ, ഈ രാക്ഷസന്മാർ യുദ്ധത്തിന് പുറപ്പെട്ട സമയത്ത് ദുർനിമിത്തങ്ങളൊക്കെ, അതായത് ദുശകുനങ്ങളെല്ലാം കണ്ടെങ്കിലും അവരതൊന്നും കാര്യമാക്കിയില്ല. അതൊന്നും ഗൗനിക്കാതെ അവർ ദേവന്മാരോട് യുദ്ധത്തിനായിട്ട് പുറപ്പെടുകയാണ്. എവിടേക്കാണ്? ദേവലോകത്തേക്കാണ് നേരെ പോകുന്നത്. അവിടെ ഗോപുരദ്വാരത്തിങ്കിൽ എത്തിച്ചേർന്നു. ദേവേന്ദ്രൻ അത് കണ്ടു. ഉടനെ ഭഗവാൻ മഹാവിഷ്ണു പറഞ്ഞതനുസരിച്ച് ദൂതനെ അയച്ച് ആ ദേവദേവേശനായ ഭഗവാനെ വിവരം അറിയിക്കുകയാണ്. ഭഗവാനും രാക്ഷസന്മാരെ നിഗ്രഹിക്കുന്നതിനായി തൻ്റെ വാഹനമായ ഗരുഡൻ്റെ മുകളിൽ അങ്ങനെ കയറി ആയുധസന്നാഹങ്ങളോടെ എത്തിച്ചേർന്നത് കൊണ്ട് രാക്ഷസന്മാർ ഭഗവാന്റെ നേരെ ആയുധം പ്രയോഗിക്കുന്നു. ഭഗവാനും തിരിച്ച് അസ്ത്രം പ്രയോഗിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഇത്രയും പറഞ്ഞിട്ട് ശാരിക പൈതലായ നമ്മുടെ ശുകം, നമ്മുടെ തത്തമ്മ പറയുകയാണ്, യുദ്ധവൈദഗ്ധ്യം വർണ്ണിക്കുവാനാണെങ്കിൽ ഏറെ പണിപ്പെടണം എന്ന് പറയുന്നിടത്ത് 1-ാം അധ്യായം അവസാനിക്കുന്നു. ശേഷം അടുത്ത വീഡിയോയിൽ ഞാൻ പറയാം. നന്ദി, നമസ്കാരം. എല്ലാവർക്കും ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ, ശ്രീ മഹാവിഷ്ണുവിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. ഇന്നത്തെ ദിവസം ആ ഭഗവാന്റെ അനുഗ്രഹത്താൽ നന്മയും സമാധാനവും സന്തോഷവും നിറഞ്ഞതാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.